പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 25-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ 4-ാമത്തെയും അവസാനത്തേതുമായ വെള്ളിയാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഓരോ ദിനവും ദൈവത്തിൽ നിന്നും അനുഭവിക്കുന്ന സകല നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 24 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചുവെക്കുന്നത് അസാധ്യമായിരുന്നു. നമുക്ക് ഏവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി നമുക്ക് ലഭിച്ചതും ഇപ്പോൾ വായിച്ച് കേട്ടതും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഏവരും ആത്മനിറവിലാവുകയും അന്യഭാഷ അടയാളത്തോടെ സഭ ഭൂമിയിൽ സ്ഥാപിതം ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ ആത്മനിറവിൽ ആരാധിച്ചപ്പോൾ പുറത്തു നിന്നവർ ഇവരെ കളിയാക്കുകയും ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരാണെന്ന് ഇവരെക്കുറിച്ച് കമന്റ് ചെയ്യുകയും ചെയ്തു. ഈ സമയത്താണ് പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് വളരെ ശക്തമായി അതുവരെ നടന്ന സകല സംഭവങ്ങൾക്കും സാക്ഷ്യപത്രമായി യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ തങ്ങളുടെ ഗുരു, നായകൻ, രക്ഷകൻ, വീണ്ടെടുപ്പുകാരനായ യേശുവിന്റെ ജീവചരിത്രത്തിന്റെ ഹ്രസ്വചിത്രം വെളിപ്പെടുത്തുകയാണ്. അതിന്റെ അവസാന ഘട്ടം എന്ന വണ്ണം പത്രോസ് വിളിച്ചു പറയുകയാണ്: അതെ, ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുവാൻ കഴിയുകയില്ല, അസാധ്യമാണ്. അതെ, സ്വർഗത്തിലെ ദൈവം 3-ാം നാൾ തിരുവചനത്തിൽ പറയുന്നത് പോലെ മരണപാശങ്ങളെ, കെട്ടുകളെ അഴിച്ച് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ നമ്മെ പലവിധ കെട്ടുകളാൽ ബന്ധിച്ചിരിക്കുകയാണ്. സാത്താന്റെ പലവിധ കെട്ടുകൾ, പാപത്തിന്റെ പാശങ്ങൾ, രോഗബന്ധനങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഭാവിയെ പിടിച്ചു കെട്ടുന്നത്, അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ, അവരുടെ ഓർമ്മശക്തിയെ, അവരുടെ ഉയർച്ചയെ, പ്രാർത്ഥനാ ജീവിതത്തെ, ജോലി സംബന്ധമായി അവരുടെ കരിയറിനെ, അവരുടെ വിവാഹ ജീവിതത്തെ, തലമുറകളെ, നിങ്ങൾ പ്രാർത്ഥനയോടെ മുൻപോട്ട് വെക്കുന്ന പല ചുവടുകളും എങ്ങും എത്താതെ നശിച്ചു പോകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഇവയെല്ലാം സാത്താന്റെ ബന്ധനങ്ങളാൽ കെട്ടപ്പെട്ടിരിക്കുന്നു. അതിന് വിശുദ്ധ വചനം നാം പഠിക്കുമ്പോൾ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ അനേകം തെളിവുകളും നാം കാണുന്നു. എന്നാൽ പത്രോസ് വിളിച്ചു പറയുകയാണ്: ദൈവം യേശുവിന്റെ മരണപാശങ്ങളെ അഴിച്ച് യേശു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതെ, അതുപോലെ സ്വർഗത്തിലെ ദൈവം മേൽ പറയപ്പെട്ട സകല പാശങ്ങളെയും അഴിച്ച് എന്നെയും നിങ്ങളെയും
വിടുവിക്കുവാൻ മതിയായ ദൈവമാണ്. ഈ പ്രഭാതത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, വിവിധങ്ങളായ ജീവിത വിഷയങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. ചിലർക്ക് തങ്ങളുടെ മക്കളുടെ കുടുംബജീവിതത്തിന്റെ തകർച്ച, ഡിവോഴ്സിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന ചില പ്രതിസന്ധികൾ, ക്ഷമിക്കുവാൻ പറ്റാതെ, അന്യോന്യം ഉൾക്കൊള്ളുവാൻ പറ്റാതെ, മനസ്സിലാക്കുവാൻ പറ്റാതെ, വിട്ടുകൊടുക്കുവാൻ പറ്റാതെ, സ്നേഹിക്കുവാൻ പറ്റാതെ, കഠിന ഹൃദയത്തോടെ ആയിരിക്കുന്ന ചില പോരാട്ടങ്ങൾ. എന്താണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? എത്ര പഠിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും വേണ്ട മാർക്ക് കരസ്ഥമാക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഭവനത്തിലുണ്ടോ? കുഞ്ഞുങ്ങളെ എത്ര നിയന്ത്രിച്ചാലും പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാലും അവർ തങ്ങളുടെ ദോഷ കൂട്ടുകെട്ടിൽ നിന്നും പിന്മാറാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും മാതാപിതാക്കളോട് പരുഷമായി ഇടപെടുകയും ചെയ്യുന്ന അവസ്ഥകൾ നിങ്ങൾ നേരിടുന്നുണ്ടോ? നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളിൽ നിങ്ങൾ വല്ലാതെ ഭീതിജനകമായ അവസ്ഥയിൽ കൂടെ, തകർച്ചയുടെ വക്കൽ കൂടെ കടന്നു പോകുന്നുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നില്ല എന്ന് മാത്രമല്ല, അതിന് വിപരീതമായി ചില പ്രതിസന്ധികൾ നേരിട്ടതിനാൽ നിരാശയിലാണോ ഇന്നായിരിക്കുന്നത്? പ്രിയ ദൈവ പൈതലേ, അതിന്മേൽ വിടുതല തരുവാൻ നാം വിശ്വസിക്കുന്ന മരണത്തെ ജയിച്ച യേശു മതിയായവനാണ്. അതെ, മരണത്തിന് അവനെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല, അസാധ്യമായിരുന്നു. എന്താണ് മരണം? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നാം മരണത്തെക്കുറിച്ചുള്ള ആദ്യ സൂചന കാണുകയാണ്. നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത്, അത് ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും. അതെ, എന്ന് ദൈവം പറഞ്ഞ കൽപ്പന ലംഘിക്കുന്നോ അന്ന് മരിക്കും. റോമാലേഖനത്തിൽ പൗലോസ് വിളിച്ചു പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അതെ, ദൈവത്തെ ധിക്കരിക്കുന്നത്, അനുസരണക്കേട് കാണിക്കുന്നത്, വചനവിരുദ്ധമായി ചെയ്യുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത് പാപമാണ്. അതിന്റെ ശമ്പളമാണ് മരണം. അതുകൊണ്ട് പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് യേശുവിനെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല. ആ മരണത്തെ, അതായത് പാപത്തെ അതിജീവിച്ച് ചവിട്ടി തോൽപ്പിച്ച് യേശു താൻ ജീവനോടെ ഇരിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്തു. മരണത്തിന് യേശുവിന്റെ മേൽ അധികാരമില്ല, കർത്തൃത്വമില്ല എന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. അതെ, എന്നെ നിങ്ങളെയും പിശാച് പിടിച്ചടക്കുവാൻ ശ്രമിക്കുമ്പോൾ പല നിലകളിൽ അവന്റെ കൈകളിലെ വെറും പന്തുകളായി മാറ്റുവാൻ പല പദ്ധതികളിട്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും തലമുറയെയും അവന്റെ കയ്യിൽ അമ്മാനമാടുവാൻ ശ്രമിക്കുമ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനം നാം ഉറക്കെ ഉറക്കെ ധ്യാനിക്കുക, വിളിച്ചു പറയുക. ഹേ മരണമേ, നിന്റെ ജയം എവിടെയാണ്? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെയാണ്? അതെ, മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപത്തിൻ്റെതായ സകലവിധ ക്രിയകളും തന്മൂലമുണ്ടാകുന്ന മരണം. അതുകൊണ്ട് ആ മരണം യേശുവിനെ പിടിച്ചടക്കുവാൻ കഴിയുകയില്ല. അതുപോലെ ഈ ലോകത്തിന്റെ പിശാചിന്റെ യാതൊരു
പാപതന്ത്രങ്ങളും കുടില ജഡില പദ്ധതികളും നമ്മുടെ മേൽ തൊടാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും വിടുവിക്കട്ടെ. അങ്ങനെ ഒരു വിടുതലിന്റെ, സൗഖ്യത്തിന്റെ, വിമോചനത്തിന്റെ, സമാധാനത്തിന്റെ, അനുഗ്രഹത്തിന്റെ ജീവിതം ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും സ്വർഗത്തിലെ ദൈവം നൽകി തരട്ടെ. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന് വിരാമം കുറിക്കട്ടെ. നാം ആരാധിക്കുന്ന, നാം പിൻപറ്റുന്ന, നാം കാത്തിരിക്കുന്ന യേശു മരിച്ച് മണ്ണടിഞ്ഞവനല്ല, പൂഴി പൂഴിയോടും മണ്ണ് മണ്ണിനോടും ചേർന്ന് പോയവനല്ല, മറിച്ച് മരണത്തെയും പാതാളത്തെയും തകർത്തെറിഞ്ഞുകൊണ്ട് ജയവീരനായി ഇന്നും സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്ക് നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്ന ജീവനുള്ള ദൈവമാണ്. അതെ, ആ കർത്താവിൽ വിശ്വസിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ അവൻ ജീവനോടെ വീണ്ടും വരുവാൻ കാലം ആസന്നമായിരിക്കുന്നു. ആകയാൽ ആ പ്രത്യാശയോടെ, ആ ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ദേഹികളായി, ജീവനുള്ള മക്കളായി, ജീവനുള്ളവരുടെ ദേശത്ത് പാപമംഗലമായ യാതൊന്നും നമ്മളെ പിടിച്ചു വെക്കാതെ ദൈവകൃപയോടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് പത്രോസിന്റെ വാക്കുകൾ നമുക്ക് ശക്തി പകരട്ടെ, ആത്മധൈര്യം നൽകട്ടെ. അങ്ങനെ ദൈവകൃപയോടെ മുന്നേറുവാൻ ഇടയാവട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ജീവന്റെ മേലും മരണത്തിന്റെ മേലും സകലത്തിന്റെ മേലും അധികാരമുള്ള ഞങ്ങളുടെ കർത്താവേ, മരണത്തിനോ പാതാളത്തിനോ പിശാചിനോ അങ്ങയെ പിടിച്ചടക്കുവാൻ കഴിയാതെ വണ്ണം അജയ്യനായി ഇന്നും സ്വർഗത്തിൽ വാണരുളുകയാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവ് മരണത്തെ ജയിച്ചവനായിരിക്കാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നപ്പാ. ആകയാൽ ഞങ്ങളും ഈ ലോകത്തിന്റെ മരണത്തിന് കാരണമായ പാപത്തിന് അടിമപ്പെടാതെ അതിനെ ജയിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ പലവിധത്തിൽ തകർത്തെറിയുന്ന പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങാതെ ദൈവകൃപയോടെ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. വേദനയോടെ, ഭാരത്തോടെ, വിഷമത്തോടെ, സങ്കടത്തോടെ ഇന്ന് ഈ വചനം കേൾക്കുന്നതിന്റെ കുഞ്ഞുങ്ങളെ സ്വർഗീയ ആശ്വാസത്താൽ നിറയ്ക്കണം. മരണത്തെ, പിശാചിനെ ജയിച്ച കർത്താവ് സകലത്തിന്മേലും ജയം തരുവാൻ മതിയായവനാണെന്നുള്ള ഉറപ്പ് ഈ ഭാരപ്പെടുന്നതിന്റെ മക്കളുടെ ഉള്ളത്തിൽ നൽകണമേ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അതിലുപരിയായി ജയത്തിന്റെയും ദിനമായി കൃപയോടെ ഞങ്ങളെ കാക്കണമെന്ന് യേശു മശിഹാമൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് മരണത്തെയും പാതാളത്തെയും പിശാചിനെയും ജയിച്ചവനാണ്. ആ ജയവീരനായ കർത്താവ് നമ്മോടൊപ്പം ഉള്ളിടത്തോളം കാലം നാം ഒന്നിനെയും ഭയപ്പെടരുത്, പേടിക്കരുത്, അവിശ്വസിക്കരുത്. പ്രാർത്ഥനയോടെ മുന്നേറുക, ദൈവകൃപയോടെ മുന്നേറുക. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ പരിപാലിപ്പാൻ സർവശക്തനായ ദൈവത്തിന്റെ വലിയ കരുതൽ കാവൽ നമ്മുടെ ഏവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ സ്വർഗീയ സമാധാനത്താൽ നമ്മെ കരം പിടിച്ച് നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.